ദുബായിലെ മെയ് മാസത്തെ ഇന്ധനവില പ്രഖ്യാപിച്ചു. പെട്രോൾ വിലയിൽ അല്പം ഒരു വർധനമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഡീസൽ വില കുറഞ്ഞിട്ടുമുണ്ട്. പെട്രോൾ സൂപ്പർ 98-ന് 2.57 ആയിരുന്നു ഏപ്രിൽ മാസത്തിൽ. മെയ് മാസം 2.58 ആകും. സ്പെഷ്യൽ 95-ന് 2.46 ആയിരുന്നു, അത് 2.47 ആകും. E+91-ന് 2.38 ആയിരുന്നു, 2.39 ആകും മെയ് മാസത്തിൽ. ഡീസൽ വില 2.63 ആയിരുന്നു ഏപ്രിൽ മാസം, അത് കുറഞ്ഞ് മെയ് മാസത്തിൽ 2.52 ആകും. അജ്മാനിൽ നിന്ന് അലൈനിലേക്ക് പുതിയ ഇന്റർസിറ്റി ബസ് സർവീസ് ആരംഭിക്കുകയാണ് 2025 മെയ് 1 മുതൽ. അജ്മാൻ RTAയുടെ ഈ ഒരു ബസ് സർവീസ് ആരംഭിക്കുക അജ്മാൻ അൽ മുസല്ല ബസ് സ്റ്റേഷനിൽ നിന്നാണ് അലൈനിലെ സെൻട്രൽ ബസ് സ്റ്റേഷൻ വരെ. രാവിലെ 8 മണി മുതൽ രാത്രി 8 മണിക്കിടയിൽ 4 ട്രിപ്പുകളാണ് ഉണ്ടാവുക. ദുബായിൽ പുതുതായി വരുന്ന അൽ മക്തൂം ഇന്റർനാഷണൽ എയർപോർട്ടിൽ യാത്രക്കാർക്ക് എയർപോർട്ടിനകത്തുള്ള ആ ഒരു സഞ്ചാരം സുഗമമാക്കാനായി അണ്ടർഗ്രൗണ്ട് ട്രെയിൻ സർവീസ് ഉണ്ടാകുമെന്നുള്ളൊരു കാര്യം ഒഫീഷ്യൽസ് അറിയിച്ചിരിക്കുകയാണ്. ദുബായിൽ നടക്കുന്ന അറേബ്യൻ ട്രാവൽ മാർക്കറ്റിലാണ് ഈ ഒരു കാര്യം സൂചിപ്പിച്ചിരിക്കുന്നത്. ഏകദേശം 128 ബില്യൺ ദർഹമാണ് ഈ ഒരു പദ്ധതിക്ക് മാത്രം വരുന്ന ചിലവ്. അൽഖൂസിൽ ഇന്ന് രാവിലെ ഉണ്ടായ തീപിടുത്തം നിയന്ത്രണ വിധേയമാക്കിയതായി സിവിൽ ഡിഫൻസ് അറിയിച്ചിരിക്കുന്നു. ഇന്ന് രാവിലെ 10 മണിക്കാണ് ഇൻഡസ്ട്രിയൽ ഏരിയ 1-ൽ അറേബ്യ ടാക്സി ഡിപ്പോയ്ക്കടുത്ത് ഇങ്ങനെ ഒരു തീപിടുത്തം റിപ്പോർട്ട് ചെയ്തത്. സംഭവ സ്ഥലത്ത് പെട്ടെന്ന് തന്നെ സുരക്ഷാ സേനാംഗങ്ങൾ എത്തുകയും എല്ലാം നിയന്ത്രണ വിധേയമാക്കുകയും ചെയ്യുകയായിരുന്നു. ആർക്കും പരിക്കുകളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. UAEയിൽ കൊടും ചൂട് തുടരുമെന്ന് NCMന്റെ ഒരു മുന്നറിയിപ്പ് വന്നിട്ടുണ്ട്. കാലാവസ്ഥാ കേന്ദ്രം പറയുന്നതനുസരിച്ച് 2 പതിറ്റാണ്ടിനിടയിലെ ഏറ്റവും താപനില കൂടിയ ഒരു ഏപ്രിൽ മാസമാണ് ഈ കടന്നു പോയതെന്നാണ്. അപ്പോൾ വരും ദിവസങ്ങളിലും ചൂട് കനക്കാൻ തന്നെയാണ് സാധ്യത. ഈ ഒരു കൊടും ചൂടിനെ പ്രതിരോധിക്കാൻ സ്കൂളുകൾ ചില മാർഗങ്ങൾ ഇതിനോടകം തന്നെ എടുത്തു കഴിഞ്ഞു. പല സ്കൂളുകളും സമയക്രമം മാറ്റിയിട്ടുണ്ട്. ചിലർ ഓൺലൈൻ ക്ലാസുകൾ എടുക്കുക എന്നുള്ളൊരു ഓപ്ഷൻ കൂടി നൽകുന്നുണ്ട്. ദുബായ് വാർത്ത തികച്ചും ലോക്കൽ 2025 ഏപ്രിൽ 30 ബുധനാഴ്ച.